ഉസ്താദുമാരിൽ ഉസ്താദായ, ലോകം കണ്ട ഉസ്താദുമാരിൽ ഏറ്റവും വലിയ എണ്ണപ്പെടുന്ന ഒരു ഉസ്താദാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. അവരുടേതാണ് കിതാബുൽ ഹൈക്കം, തത്വചിന്തയുടെ കിതാബ് എന്ന്, തത്വചിന്തകളുടെ കിതാബ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി. അവരുടെ കിതാബുൽ ഹൈക്കമിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 1-ാം ഭാഗത്തിലെ 1-ാം ഹെഡിങ്ങാണ് ഇപ്പോൾ ഞാൻ വായിച്ചിരുന്നത്. കഴിഞ്ഞതിൻ്റെ ബാക്കി, കഴിഞ്ഞ ക്ലാസ് കേട്ടവരുണ്ടല്ലോ, കഴിഞ്ഞതിൻ്റെ ബാക്കി എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ്, എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ റജാ, നോമ്പിലേക്ക് ഞാൻ ക്യാപിറ്റൽ തരികയാണ്, മൂലധനം. നോമ്പിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തല തുറന്നിരുന്നോളി, തല തുറന്ന് ഇരിക്കണം. ഇവിടെ വന്നാൽ ഇവിടെ തന്നെ ഇരിക്കണം, പുറത്തിരിക്കരുത്. പുറത്ത് ഈ റഹ്മത്തുണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിലിരിക്കണം. ഈ ചുമരിൻ്റെയും അതിൻ്റെയും ഇടയിലിരിക്കണം, പുറത്തേക്ക് ഇരിക്കരുത്. ചായ കുടിക്കാൻ മാത്രം പുറത്ത്, പിന്നെ അകത്തേക്ക് ഇരിക്കണം. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ഉണ്ടാകും, ഉണ്ട്. അവരുടെ മുജാവറത്തുണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഒരുത്തൻ കസേരയിൽ കിടക്കണം, എനിക്ക് ഇവിടെ ഇരിക്കും, എനിക്ക് ഇവിടെ. എൻ്റെ ബാപ്പൻ്റെ വിദ്യാർത്ഥിയാണ്, പിന്നെ അവനോട് എനിക്ക് കൽപ്പിക്കാമല്ലോ. എൻ്റെ ബാപ്പ എൻ്റെ ശിഷ്യന്. കയറിയിരിക്കും. കുറേ ആൾ വന്നൊന്ന് ഫോട്ടോ കാട്ടാൻ, നാളെ പത്രത്തിൽ കൊടുക്കാനല്ല ഈ ക്ലാസ്. ഇത് നമ്മളെ കൽബ് നന്നാവാനാണ്. ഞാൻ 1-ാമത്തെ ഹെഡിങ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചിന്തിക്കാൻ. എന്താ ചിന്തിക്കുന്നത്? മിൻ അലാമാതിൽ ഇഅ്തിമാദി അലൽ അമലി നുഖ്സാനു റജാഇ ഇൻദ വുജൂദി സലൽ. ഒരു അമലിന്മേൽ മാത്രം നിങ്ങൾ ചാരണം കൊണ്ടാൽ, ഒരു അമലിൻ്റെ മേൽ നിങ്ങൾ അവലംബിച്ചാൽ നിങ്ങൾക്ക് കാലിടർച്ച സംഭവിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകും. പ്രതീക്ഷ നഷ്ടപ്പെട്ട നേരത്തെ മരിച്ചാൽ കാഫറായി മരിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അമലിന്മേൽ ചാരി നിൽക്കരുത്, നിങ്ങൾ റജാഉമ്മൽ ചാരി നിൽക്കണം. മനസ്സിലായില്ല? ഇതാണ് ആദ്യത്തെ ഹെഡിങ്. ഏതാ കിതാബ്? കിതാബുൽ ഹൈക്കം. ആരുടെ? ഇബ്നു അതാഇല്ലാഹിയുടെ. അതിൻ്റെ മേലൊരു കിതാബ് പിന്നീട് അതുപോലെയില്ല, അതാണ് ഇബ്നു അതാഇല്ല. ഞാൻ പല വട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അതാഇല്ല തങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഖൽബാണ്. അവരുടെ കിതാബാണ് കിതാബുൽ ഹൈക്കം. അതിൻ്റെ 1-ാമത്തെ ഹെഡിങ്ങാണ് ഈ പറയുന്നത്. നിങ്ങൾ അമലുമ്മൽ ചാരി നിൽക്കരുത്, റജാ ഉമ്മൽ കാരണം. അതായത് നീ പച്ച മലയാളം പറയാ മുർഷിദേ, നിങ്ങൾ നോമ്പുമ്മൽ ചാരരുത്, നിങ്ങൾ പ്രതീക്ഷയുമേൽ ചാരണം. മുസാഫ് എടുത്തുകൊണ്ടിരടാ, മുസാഫ് ഒരു മുസാഫിൻ്റെ അടുക്ക്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വളരെ 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 ചിന്തിക്കണം. നിങ്ങൾ നിസ്കാരത്തുമ്മ ചാരരുത്, നിങ്ങൾ പ്രതീക്ഷമേൽ ചാരണം. കാരണം നിസ്കാരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രതീക്ഷ പോകും. നഷ്ടപ്പെടാലോ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രതീക്ഷ ഞാൻ നിൻ്റെ കാര്യം പോക്കാം, അങ്ങനെയാവും. അപ്പോൾ നിങ്ങൾ ഇസ്രായേൽ വന്നാൽ റബ്ബിൽ പ്രതീക്ഷയില്ലാത്ത നേരത്തെ മരിക്കേണ്ടി വരും. അൽ ബഖറ 153 ആയത്തെടുക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം ആയത്തെടുക്ക്. അവിടെ ഇരുന്നോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതിന്മേൽ ചാരണ്ട. നിങ്ങൾ എന്തും ചാരിക്കോ, പ്രതീക്ഷമേൽ ചാരിക്കോ. എന്തെങ്കിലും ഒരു കാലിടർച്ച സംഭവിച്ചാൽ അവിടെ നിങ്ങൾ വീണു പോകും. എൻ്റെ കാര്യം പോക്ക കഴിഞ്ഞു, പോയി, ഇനി നന്നാവില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾ ഒന്നും പോലും ചാരണ്ട. ഒരുപാട് അർത്ഥമുള്ള ഒരു പ്രയോഗമാണത്. അത് മുഴുവനും കൂടി ഇപ്പോൾ വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. 183 നിങ്ങൾ എന്തും മത്സാര്യ എന്തും മത്സാര്യ പ്രതീക്ഷ മത്സാര്യ. ബസ് അമലിന് ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുക. അമലിൽ പൂട്ടലും തുറക്കലുണ്ട്, റജായിൽ പൂട്ടൽ ഇല്ല, തുറക്കലേ ഉള്ളൂ. അൽ ബഖറ 183, അൽ ബഖറ 183
അൽ-ബഖറ 183. ആലി ഇമ്രാൻ എടുത്താൽ എങ്ങനെ അൽ-ബഖറ ആവിടും? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അമലിൻ്റെ പർപ്പസ് എന്താണ്? അമൽ അത് പറഞ്ഞു. ദെൻ അയ്യാമ, അപ്പം നിങ്ങൾ നോമ്പ് നോറ്റോളി എന്ന് പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞു, നിർബന്ധമാണെന്ന് പറഞ്ഞു. ശരി. ദെൻ രണ്ടാമത്തായത് അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു. അപ്പോൾ നിങ്ങൾ യാത്രയിലോ രോഗത്തിലോ ആണെങ്കിൽ പിന്നെ നോറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പൂട്ടി, തുറന്നു, പൂട്ടി. നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നോമ്പ് നോൽക്കേണ്ട പറഞ്ഞു. ആദ്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടോ അതല്ല ഇവിടെ ഇല്ലേ, രണ്ടാലും തീരുമാനിക്കി. മനസ്സിലായില്ല. 183 എന്ത് പറഞ്ഞു? നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞു. 184 അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ. നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ നോമ്പ് കാലത്ത് രോഗത്തിലോ യാത്രയിലോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നോറ്റാൽ മതി. അപ്പം അമല് തുറന്നു, പൂട്ടി. 184. ശരി. അപ്പോൾ നിങ്ങൾ രോഗത്തിലാണെങ്കിൽ അപ്പം നോമ്പ് നോറ്റോളി നിറഞ്ഞു, പിന്നെ പറഞ്ഞു നോമ്പ് വിൽക്കേണ്ടായിരുന്നു. അമല് അങ്ങനെയാണ്. തുറന്നു, തുറക്കണം എന്ന് പറഞ്ഞു, പഠിച്ചോന്ന് തന്നെ കൂട്ടി. അപ്പോൾ തുറക്കണം എന്ന് ഒരു വട്ടം പറഞ്ഞു, പിന്നെ ഉടനെ തന്നെ എന്ത് പറഞ്ഞു? പൂട്ടി. നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ രോഗത്തിലോ യാത്രയിലാണെങ്കിൽ വേറെ ദിവസങ്ങളിൽ അത്രയും നിങ്ങൾ നോറ്റാൽ മതി. ശരി. 185 ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞില്ല. ഖുർആൻ ഇറങ്ങിയ മാസം തിരിയാലോ. ആളെയാണല്ലോ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് ഭാര്യ നമ്മൾ രാവിലെ പീടിക്ക് ഇറങ്ങിയപ്പോൾ മോട്ടോർ സൈക്കിൾ എടുത്ത് പോയതിനോട് കൂടെ ഞങ്ങൾക്ക് നാളത്തെ ദിവസം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. നാളല്ലേ നമ്മൾ കൊല്ലം 35 പോലും, കൊല്ലം 35 കൊല്ലം മുമ്പാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ കെട്ടിയ നാളത്തെ ദിവസം അല്ല. അപ്പം ഇതിനൊരു അർത്ഥമുണ്ട്. ഒന്നും കൊണ്ടിരുന്ന മൂപ്പർ ഓൾ പറഞ്ഞില്ല, ഓളോട് പറയില്ല. അപ്പം ഇതിന് അർത്ഥമുണ്ട്. എന്ത്? ഒരു ചുരിദാർ സെറ്റെങ്കിലും വാങ്ങിക്കോളി എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു സേമിയെങ്കിലും വാങ്ങിക്കോളി, നമുക്കൊരു പായസം വെക്കാം എന്നാ അതിൻ്റെ അർത്ഥം. ഇതൊന്നും തെറ്റില്ല. ഒരു സന്തോഷം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഷഹ്റു റമളാൻ അല്ലദീ, ഖുർആൻ ഇറങ്ങിയ മാസാട്ടോ പറഞ്ഞു. നിങ്ങൾ ഓതിക്കോളി എന്ന് പറഞ്ഞില്ല. പക്ഷെ പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ എന്ത് പറഞ്ഞു? ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസ്മുഹു. ഈ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോറ്റോട്ടെ. വമൻ കാന മരീളൻ, ഇത് കഴിഞ്ഞ ആയത്ത് പറഞ്ഞതാണ്. വമൻ കാന മരീളൻ. അതേ സമയത്ത് രോഗത്തിലാണെങ്കിലോ ഔ അലാ സഫരിൻ, യാത്രയിലാണെങ്കിലോ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റണമെന്നില്ല. ഏതെങ്കിലും മാസത്തിൽ അത്രയും നോമ്പ് നോറ്റി ഖളാ കിട്ടിയാൽ മതിട്ടാറും. അപ്പോൾ നോമ്പ് നോറ്റോളിന്ന് ഒരു വട്ടം പറഞ്ഞു, വേറെ മാസത്തിൽ നോറ്റാൽ മതിയെന്ന് 2 വട്ടം പറഞ്ഞു. തറാവി നിസ്കരിക്കണമെന്ന് പറഞ്ഞതന്നല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അടുത്ത മാസം, അടുത്ത ആഴ്ച. നിങ്ങൾ വരണമെന്ന് എനിക്കില്ല, എനിക്കൊരാൾ വരണമെന്നില്ല. ഞാൻ മരിക്കണവർ പറയണമെന്ന് എനിക്കുള്ളൂ. നിങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് അഭിപ്രായമല്ല, എൻ്റെ പാട്ടിലെയാണ്. എന്നിട്ട് പറഞ്ഞു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരല്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ. ലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് അള്ളാഹുവിനെ ഉദ്ദേശമല്ല. അപ്പോൾ സൗകര്യം ഇല്ലെങ്കിൽ നോറ്റ് കൂട്ടണ്ട, വേറെ ഏതെങ്കിലും. പിന്നെ 11 മാസമുണ്ട്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നോറ്റ് വെട്ടിയാൽ മതി. നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല അള്ളാഹു തലക്ക് ഉദ്ദേശമേ ഇല്ല. ഓഹോ 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 ഒരു തുക്കുമില്ല. ആ എണ്ണത്തെ നിങ്ങൾ പിന്നെ പൂർത്തിയാക്കിയാൽ മതിയോ, പ്രശ്നങ്ങളൊന്നുമില്ല. അതങ്ങനെയാണ്. അപ്പം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അതിന് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു. എന്ത്? ഒക്കെ പറഞ്ഞു അത് നോമ്പ് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആ കർമ്മത്തിന് തന്നെ സെക്കൻഡ് ഓപ്ഷൻ. എന്ത്? ആ കർമ്മം നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞ് ചെയ്യാൻ യാത്രയിലോ രോഗത്തിലോ യാത്രയാകുമ്പോൾ നിങ്ങൾ ആരോഗ്യവാനാണ്.
യാത്ര എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ രോഗമില്ല. നിങ്ങൾ ആരാണ്? ആരോഗ്യവാനാണ്. ആരോഗ്യത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോറ്റ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു തആലക്ക് നിങ്ങളെ പ്രയാസപ്പെടുത്തൽ ഉദ്ദേശമില്ല. ദുനിയാവിലെ ഏറ്റവും വലിയ കരുത്തനാണ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടാണ് എന്ത് ചെയ്തത്? റമദാൻ മാസത്തിൽ ദൂറ് നിസ്കരിച്ച ഉടനെ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചു. അടുത്തവർ കൊടുത്തു, ഓലൊക്കെ കുടിച്ച്. കാരണം നബി കുടിച്ചാൽ പിന്നെ നമ്മൾ കുടിക്കാതെ പറ്റില്ലല്ലോ. എന്ത് യാത്രയില്ല. നബിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ കരുത്തുള്ള ഫഹല്, ഭയങ്കര കരുത്തമുള്ള 100 ആളെ കരുത്തുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഇപ്പം തളരുക എന്നുള്ള പ്രശ്നം തന്നെ അല്ലല്ലോ. എന്നിട്ടും കുടിച്ച് 3 ദിവസത്തിൽ ആദ്യമായി ഇന്ന ഹാദിഹിൽ അവ്വലു ലുഖ്മത്തിൻ മുൻദു സലാസത്തി അയ്യാം, 3 ദിവസമായി ഞാൻ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണമാണ് മോളെ ഇത് എന്ന് ഫാത്തിമ ബിവിയോട് ഒരിക്കൽ ഒരു ചീന്തി റൊട്ടി കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ളാഹിക്ക് എന്തിനാ വെള്ളം കുടിക്കേണ്ട ആവശ്യം? ഇപ്പം അത്താഴം കഴിച്ച് പോന്നല്ലേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തേ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യാത്രയിലാണെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാറ്റിച്ചാൽ പിന്നോറ്റാൽ മതി. അമൽ അങ്ങനെയാണ്. അമലുമ്മൽ ചാരണ്ട. അമൽ ചെയ്യാതിരിക്കും. പിന്നെ എന്തിനാ അമല്? അമല് തൃപ്തിക്കാണ്. അമല് തൃപ്തിപ്പെടുത്താനാണ്. ബേക്കറി ഉണ്ടാക്കുന്ന വലിയ മുതലാളിയാണ് KR ബേക്കറിൻ്റെ മുതലാളി. നമ്മളെ കുടുംബക്കാരനാണെങ്കിൽ ഓൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും എന്തെങ്കിലും ഒരു 10 ഉറുപ്പ്യൻ്റെ ബേക്കറി നമ്മൾ വാങ്ങും. ഓനാണ് ഈ ബേക്കറി ഉണ്ടാക്കണം. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാർ. ബേക്കറി ഉണ്ടാക്കണം മുതലാളിൻ്റെ പേരെക്കാണ്. നമ്മളും കുട്ടികളും വിരുന്നോണെങ്കിലും നമ്മളിന്നൊരു ബേക്കറി വാങ്ങും. അതെന്തിന്? അത് തൃപ്തിപ്പെടുത്തുക. അവരെന്തെങ്കിലും കൊണ്ടുവന്നപ്പോൾ സന്തോഷം. ഫ്രൂട്ട്സിൻ്റെ കച്ചവടം മുഴുവനും കേരള സംസ്ഥാനം മുഴുവനും ഫ്രൂട്ട്സ് അവരാണ് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് കയറ്റുന്നത്. എന്നാലും നമ്മൾ വരുമ്പോൾ ഒരു 2 കിലോ ആപ്പിളും ഒരു 2 കിലോ മൊസമ്പിയെങ്കിലും വാങ്ങും. അപ്പോൾ ഓൻ്റെ പെണ്ണുങ്ങൾ പറയും, എന്തിനെ എത്താത്ത നിങ്ങളെന്ത് ഏറ്റി കൊണ്ടുവന്ന് ഇവിടെ അല്ലേ ഇത് മുഴുവൻ പെടുന്നതല്ലേ കൊടുത്ത്. അത് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഇത്താത്താക്കും നറ്റേത്താത്താക്കും 2 പ്രതിയായി. എന്ത്? ഇവിടെ നിങ്ങൾ തിന്നലല്ല ഉദ്ദേശം, തൃപ്തിപ്പെടുത്തലാണ്. അപ്പോൾ എന്തിനാ നോമ്പ്? തൃപ്തിപ്പെടുത്താൻ. എന്തിനാ നിസ്കാരം? തൃപ്തിപ്പെടുത്താൻ. അവിടെ നല്ല പണി. ഇനി അടുത്ത് 186-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞില്ല. വൈദാസ അലക്ക ഖുർആൻ ഇറങ്ങിയ മാസമാണ് പറഞ്ഞു. ഖുർആൻ ഓതണമെന്ന് പറഞ്ഞില്ല. അതേസമയത്ത് 186-ാമത്തെ ആയത്ത് വൈദാസ അലക്ക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി. നിങ്ങൾ ദുആ ഇറക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ ദുആ ഇറന്നോളി. അതിനെന്തില്ല, എക്സ്ക്യൂസ് ഇല്ല. റമദാൻ മാസത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ മാസം ദുആ ഇരുന്നാൽ മതി. അങ്ങനെയല്ല, ദുആ നടത്തന്നെ വേണം, എന്നും നടത്തണം. അതിലെന്തില്ല എക്സ്ക്യൂസ്. അടുത്ത ആയത്തെന്താ? റമദാൻ മാസത്തിൽ പെണ്ണുങ്ങളോട് കളിക്കാൻ പാടില്ല, സൗമല്ലേ. അടുത്ത ആയത്തെന്താ? കളിച്ചോളിന ഉഹില്ലലക്കും ലൈലത സിയാമി റഫതു ഇലാ. രാത്രി കളിച്ചോളി. എക്സ്ക്യൂസ് പോട്ടെ. നോമ്പ് തുടങ്ങിയപ്പോൾ രാത്രിയും പെണ്ണുങ്ങളടുത്ത് കിടക്കാൻ പാടില്ല. പിന്നീട് എന്തുണ്ടായി? അതും ഒഴിവാക്കി കൊടുത്തു. രാത്രി നിങ്ങൾ എന്തും ചെയ്തോളി. അപ്പോൾ എക്സ്ക്യൂസിൻ്റെ എക്സ്ക്യൂസാണ്. എന്തിന്? നോമ്പിന്. എന്തിനില്ല? ദുആക്കില്ല. കഴിഞ്ഞു വയറ്. ഇതാണ് വയറ്. ഇതേ വയറ്. ഈ ആയത്തിൻ്റെ ഉള്ളിൽ എക്സ്ക്യൂസ് പറയാത്തൊരൊറ്റ വിഷയം ദുആയാണ്. സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. നോമ്പിന് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞൊക്കെ. നോമ്പിലുള്ള ഷുറൂത്തുകൾ, അതായത് ഭാര്യയെ തൊടാൻ പാടില്ല എന്ന് വരെ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു. എന്ത്? രാത്രി തൊട്ടോളി, പ്രശ്നമില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് വളരെ ചിന്തിക്കണം. പക്ഷേ 186-ാമത്തെ വയറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ പിന്നെ ദ്വാരുന്നാൽ മതി. അങ്ങനെയല്ല. നിങ്ങൾ ലോകത്തിലാണെങ്കിൽ പിന്നെ ദ്വാരുന്നാൽ മതിയെന്ന്
ഇല്ല. ദ്വാർന്നോളി. ഫഇന്നി ഖരീബുൻ, നിങ്ങൾ നോമ്പോറ്റ ഞാൻ അടുത്തുണ്ടാവും എന്നായത്തില്ലട ചങ്ങായി. നിങ്ങൾ ദ്വാർന്നാൽ ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ, നിങ്ങൾ നോമ്പ് നോറ്റാൽ ഞാൻ തൊട്ടടുത്തുണ്ടാവും ആയത്തില്ല. നമുക്ക് റയ്യാൻ വാതിലിൽ കിടന്നൂടെ? വാതിലില്ലാതെ കയറാണെങ്കിലോ ഇത് അങ്ങനെ ചൂട്. എന്നെ മേശറിനെ അള്ളാഹു തല പറത്തിയിട്ട് സ്വർഗത്തിൻ്റെ ഫിർദൗസിലോട്ട് ഇരുത്തി. ഇത് അങ്ങനെ ഉണ്ടാവില്ലേ? അതിനും അള്ളാഹു തലൊക്കെ കഴിയൂല എന്നാണെങ്കിൽ ഇജ്ജിപ്പെടുന്ന് എണീറ്റ് പോയിക്കള. എൻ്റെ പേര് കാഫിർ എന്നാ. റയ്യാൻ വാതിൽ, എന്ത് റയ്യാൻ വാതിൽ എന്നായി? എന്തു വാതിൽ? സ്വർഗത്ത് നോമ്പോറ്റലല്ലേ റയ്യാൻ വാതിൽ കയറാൻ പറ്റുള്ളൂ. അതിന് വാതിൽ തന്നെ എനിക്കില്ലെങ്കിലോ എന്നെ നേരെ അള്ളാഹു തല കബറിന്ന് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുകയാണ്. മനസ്സിലോണ്ട് പറഞ്ഞ് അതിൻ്റെ അർത്ഥം റയ്യാൻ വാതിലില്ല എന്നോ ഒന്നുമല്ല. ഇനി ആ റയ്യാൻ വാതിലും നമ്മളെ പ്രതീക്ഷയാണ്, എൻ്റെ നോമ്പല്ല. എന്തിനാണ് നമ്മൾ റയ്യാൻ വാതിൽ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ നോമ്പ് കൊണ്ട് കിട്ടുന്നല്ല, എൻ്റെ പ്രതീക്ഷ കൊണ്ട് കിട്ടുന്നതാണ്. എൻ്റെ നോമ്പ് അള്ളാഹു തആലക്ക് സ്വീകരിക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല. ഒറ്റപ്പാണിയുള്ളൂ അടിമയും ഉടമയും ഇടയിൽ. എന്ത്? പ്രതീക്ഷ മാത്രം. പ്രതീക്ഷയുടെ മൽഹറാണ് എന്ത്? ദുആ. പ്രതീക്ഷയെ പ്രത്യക്ഷപ്പെടുത്തലാണ് എന്ത്? ദുആ. അത് മോട്ടങ്ങരുത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഓർപ്പ് അവിടെ പിടിച്ചോളി, നല്ലോണം തല കൊടുക്കണം. ഇത് ഇബ്നു അതായില്ല പറയാം. ഞാനെങ്ങാനും പറഞ്ഞ് ഞങ്ങൾ ഇന്നെ പുറത്താക്കും. ഇത് ഇബ്നു അതായില്ല പറയാം. നിങ്ങളൊന്നും വരും ചാരണ്ട. എന്തും ചാരിക്കോ? ദുആ മച്ചാരി. പ്രതീക്ഷ പ്രതീക്ഷ പ്രതീക്ഷയുള്ളവൻ ദ്വാർക്കും, പ്രതീക്ഷ ഇല്ലാത്തവൻ ദ്വാ നിർത്തും. നിർത്തിയോലെ കഥ ഞങ്ങൾ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ദ്വാർന്ന് അവസാനം കിട്ടാതായപ്പോൾ എന്തായി? നിർത്തി. എന്ത് പോയി? എന്ത് പോയി? പ്രതീക്ഷ പോയി. പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പറകുട്ടി പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പം നഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്ത്? പ്രതീക്ഷ. ആരിൽ? അല്ലാഹ് റഹ്മാനാണ്, റഹീമാണ്, അവൻ വദൂദാണ്, അവൻ സ്നേഹിയാണ്, അവൻ റഊഫാണ്, അവൻ കരീമാണ്, അവൻ ഔദാര്യവാനാണ്. എത്രയാണ് അവൻ്റെ ഔദാര്യം പറയാൻ പറ്റൂല. അണുമണി തൂക്കം നന്മ ചെയ്യാത്തവന് സന്തോഷത്തോടെ സ്വർഗം കൊടുത്തവൻ്റെ കരുണ എത്രയുണ്ടോ? അണുമണി തൂക്കം നന്മ ചെയ്യാത്തവര് മനുഷ്യനെ സന്തോഷത്തിൽ സ്വർഗം കൊടുത്തവൻ്റെ പ്രതീക്ഷ അവൻ്റെ വലിപ്പത്തിൽ എത്ര സ്വർഗത്ത് കടത്താൻ എന്തിനാ നിന്റെ നിസ്കാരം നോമ്പ് അല്ലാഹു തആലക്ക്. ഇനിയൊരു ഹദീസ് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് പൂർത്തിയായി. നിങ്ങൾ ഒരു അമൽ കൊണ്ടും സ്വർഗത്തിൽ കടക്കാൻ പോകുന്നില്ല. നിസ്കരിച്ചിട്ട് ഒരാളും നിസ്കരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആളാണ് ഇത് ലോകത്തോട് പറഞ്ഞ് മുഹമ്മദ്. ഈ ഹദീസ് ഇമാം ബുഖാരി അടക്കം എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം, ഇമാം തുർമദി, ഇമാം നസായി, ഇമാം അബൂ ദാവൂദ് എല്ലാ മഹത്തുക്കളും രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്താ ലെൻ എന്ന വാക്കിൻ്റെ പ്രത്യേകത? ലെൻ ഫ്യൂച്ചറിൽ മുഴുവനും നിഷേധം വരുമ്പോഴേ ലെന്ന് പറയൂ. മനസ്സിലായില്ല പറഞ്ഞത്. ലാ അഷ്റബു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കൂല. ലൻ അഷ്റബ, ഞാൻ കുടിക്കുകയില്ല. ലാ ആകുലു, ഞാൻ തിന്നൂല. ലൻ ആകുല, ഞാൻ ലാ ആകുലു, ഞാൻ തിന്നൂല. ലൻ ആകുല, ഞാൻ തിന്നേല. ലാ ഉസാഹിബുക, നിന്നെ ഞാൻ ചങ്ങാതിയാക്കൂല. ലൻ ഉസാഹിബക, നിന്നെ ഞാൻ ചങ്ങാതി ആക്കിയല്ല. പണി നോക്ക്. ലാ ഉസാഹിബുക എന്നതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ ചങ്ങാതി ആക്കൂല. ലൻ ഉസാഹിബക, നിന്നെ ഞാൻ ചങ്ങാതി ആക്കുകയേയില്ല. ഇനി അർത്ഥം വെക്ക്. നിങ്ങളിൽ ഒരാളും അമൽ കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയില്ല. ഓല അന്ത യാ റസൂലല്ലാഹ്, നിങ്ങളും കിടക്കൂല അമലുകൊണ്ട്? ഓല അന, ഞാനും കിടക്കൂല. എൻ്റെ അമല്
ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളി. അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് എന്നെ അവൻ മൂടിയാലല്ലാതെ എനിക്കും രക്ഷയില്ല. പിന്നെന്ത് നോമ്പ്? നിങ്ങളിപ്പം സ്വർഗത്ത് കിടക്കാൻ വേണ്ടി എന്ത് നോമ്പ്? നാളെ നോമ്പൊന്നാന്ന് കൂട്ടിക്കോ. മറ്റന്ന് ഏതായാലും ഒന്നാണല്ലോ. അങ്ങനെ തന്നെയല്ലേ? മറ്റന്നാളോ ഉറപ്പന്നെ. തിങ്കളാഴ്ചയല്ലേ മൂല്യരൻ? കൊല്ലം ഞാൻ ഞായറാഴ്ചക്ക് ഇങ്ങിട്ടിട്ടാണ്. നാളെയും ആയേക്കാം, ചിലപ്പോൾ അങ്ങനെയും വന്നേക്കാം, ചിലപ്പോൾ. മാസം കണ്ടാൽ പിന്നെ നോമ്പല്ലേ? നീ കണ്ടിട്ടില്ലോ ഞങ്ങൾക്ക് 28 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞതൊന്നും നമ്മൾ വിഷയമല്ല. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ പോവുകയാണ്. എനിക്ക് കൊല്ലം പോലെ യാത്ര, അമേരിക്ക, കാനഡ, ഞാൻ പോവുകയാണ്, യാത്ര പോവുക. ആയിക്കോട്ടെ, സീറൂഫിൽ അറുതി പോയിക്കോളി, നമ്മൾ യാത്ര പോവുകയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടികളെ വെക്കേഷൻ തുടങ്ങുകയാണ് എന്ന് സങ്കല്പിച്ചോ. അപ്പം നമ്മൾ പോവുകയാണ്. ആകെ ഒരു വ്യാസം വെക്കേഷനിൽ. അപ്പോൾ റമളാനുമാണ്. റമളാനിൽ യാത്രക്കാരനാണ്. ഇത് ഹലാലായ യാത്രയാണ്. കുട്ടികളൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക, എനിക്കും സന്തോഷിക്കുക. ഹലാലായ യാത്രയാണ്. ടൂർ പോകൽ ഹറാമായ യാത്രയോ ഹലാലായ യാത്രയോ? ടൂർ പോയിട്ട് അന്യ പെണ്ണുങ്ങളൊപ്പം ചാടിക്കളിക്കൽ ഹറാമായ യാത്രയാണ്. ടൂർ പോകലോ ഹറാമായ യാത്രയാണെങ്കിൽ നിങ്ങളാരും പോകണ്ട. നിങ്ങൾക്ക് പോകാൻ വെച്ച പൈസ എൻ്റെ മണി ഓർഡർ ആക്കിയിട്ട് എനിക്ക് അയച്ചാൽ ഞാൻ പോയിക്കോളാം. നിങ്ങളങ്ങനെ വലിയ ഔലിയാക്കളാണെങ്കിൽ നിങ്ങൾ പോകരുത്. നിങ്ങൾ എനിക്ക് പൈസ അയച്ചു തരണം, എന്നാൽ ഞാൻ പോവും. ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടി പോവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ കാണണം. ലോകം കാണുമ്പോൾ നമ്മളെ മനസ്സുണരും. ആരൊക്കെയാണ് നമ്മൾ? അല്ലാഹു. ഒക്കെ പറ്റും മനുഷ്യന്. അപ്പം ഇതിലൊന്നുമല്ല കണക്ക് എന്തില്ല? പ്രതീക്ഷ. നമ്മൾ പാരീസിൽ റൂം എടുത്ത് താമസിക്കുമ്പോഴും നമ്മൾ കുട്ടികളോട് പറയും റമളാൻ മാസമാണ്, നമുക്കൊന്ന് ദ്വാർക്കുക. അതിൽ എക്സ്ക്യൂസ് ഇല്ല. എന്തുണ്ട്? നോമ്പില്ലപ്പോൾ പിന്നെ ദ്വാർക്കുക. പാരീസിലിറങ്ങി, ലണ്ടനിലിറങ്ങി, സാൻ ഫ്രാൻസിസ്കോയിലിറങ്ങി, ജനീവയിലിറങ്ങി. അപ്പോൾ ദ്വാർക്കാണ്. അല്ലാ, റമളാൻ മാസമാണ്. കുട്ടികളൊക്കെ കഴിഞ്ഞു, അത്താഴമൊക്കെ കഴിച്ചു, രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ഞാൻ സുബൈൻ്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാം. എന്നാലും എന്ത് ചെയ്തു? സുബൈൻ്റെ മുമ്പ് റമളാൻ മാസം കാലമാണ്, ഒന്ന് ദ്വാർക്കുക. എണീക്ക്. പാരീസിൽ റൂം എടുത്തറ. എന്നാലും എന്ത് ചെയ്യണം? അതിൽ എക്സ്ക്യൂസ് ഇല്ല. വൈദാസ് നോമ്പ് പോറ്റാൽ ഞാൻ അടുത്ത് വരുമെന്നില്ല. ദ്വാർന്നാൽ ഞാൻ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എൻ്റെ അടിമ എന്നെ അന്വേഷിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ടാവും. വഇദാ സഅലക, നോമ്പോറ്റാൽ തൊട്ടടുത്തുണ്ടായിക്കോളണമെന്നില്ല. നിസ്കരിച്ചാൽ തൊട്ടടുത്ത് ഉണ്ടായിക്കോളണമെന്നില്ല. ഹജ്ജ് ചെയ്താൽ തൊട്ടടുത്ത് ഉണ്ടായിക്കോളണമെന്നില്ല. അതേസമയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എൻ്റെ അടിമ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നി ഖരീബുൻ, ഞാൻ തൊട്ടടുത്തുണ്ടാവും. ഉജീബു ദഅവത ദാഇ. നിസ്കരിച്ചോന് ഞാൻ ഉത്തരം കൊടുക്കുന്നല്ലേ പറഞ്ഞു. നോമ്പോറ്റോന് ഉത്തരം കൊടുക്കുന്നല്ലേ ഞാൻ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു പറയാ ദ്വാർന്നോൻ്റെ ഉത്തരം കൊടുക്കുന്ന. ദ്വാർന്നോൻ്റെ മൂലധനം എന്താ? ആ പറഞ്ഞു ഉറക്കെ പറയടാ. പ്രതീക്ഷ. ബസ്. നിസ്കാരം കള്ളയായി അപ്പോഴും ദ്വാർന്നു. പഠിച്ചോനെ, നിനക്ക് പിന്നെ സ്വർഗത്ത് കിടക്കാൻ നിസ്കാരം കള്ളയാലും പ്രശ്നമില്ലല്ലോ. എന്നോട് ചോദിക്കാൻ ആളില്ലല്ലോ. നിസ്കാരം കള്ളയായിട്ടുണ്ട്, ഓർപ്പന്നെ എനിക്ക് മാപ്പാക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചോളാം. ആയിക്കോട്ടെ, അള്ളാഹു കുറച്ച് കൊടുക്കും. ഇവൻ എന്തുണ്ട് പ്രതീക്ഷ? അതേ സമയത്ത് നിസ്കാരം കളയായി. ഞാൻ ഇപ്പം 40 കൊല്ലമായി ഒരു ജമാഅത്ത് നഷ്ടപ്പെടാതെ വരികയായിരുന്നു. കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നേരെയാവില്ല, കഴിഞ്ഞ്. അതിന് എന്തേ എനിക്ക് പറ്റിയത്? അമലുമ്മ ചാരണ്ട. എന്ത് മചാരിക്കോ? പ്രതീക്ഷ മചാരിക്കോ? പറഞ്ഞ് മനസ്സിലായില്ല കുട്ടികളെ. ഒന്നും വിളിച്ചായിട്ട് ഒരുത്തൻ നിസ്കരിച്ച് വലിയ ആളായി നടക്കുക, ഒരുത്തൻ നിസ്കരിക്കാതെ ദോഷയായി നടക്കുക. പക്ഷെ നിസ്കരിച്ചവന് വലുപ്പത്തര. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിസ്കാരം കളല്ലേ. മനസ്സിലാവേണ്ട പറഞ്ഞത്. എനിക്ക് പഠിച്ചവൻ സ്വർഗം തരും. വേറൊരുത്തുണ്ട്, മോന് നിസ്കാരമൊക്കെ കളയായിട്ടുണ്ട് പലപ്പോഴും.
പക്ഷെ അവൻ എന്തുണ്ട്? എൻ്റെ റബ്ബിനെ ഒഴിവാക്കൂല. ആരാ മൂമിൻ? ഈ നിസ്കാരക്കാരനായ അബൂജാഹിലായ ഔലിയപ്പാപ്പയെ അതോ ദോഷിയായ മൂമിനോ? പറയടേ എങ്ങായി. ദോഷിയായ മൂമിൻ. അവൻ്റെ തോളിലൊരു 25 മീറ്ററുള്ള പച്ച പുതപ്പൊക്കെ ഇട്ട് അങ്ങനെ എന്താ പറയന്മാർ മരക്കാളനെ കൊണ്ടിറക്കും പോലെ നടക്കുക ഒന്നാട്ട് കൂടി. പറഞ്ഞത് മനസ്സിലായോ? നാട്ടിലാകെ ഇങ്ങനെ തോൾ കൂടി ഒരു ഒല്ലിയൊക്കെ ഇങ്ങനെ ഇട്ട് വലിയ മരക്കാളനെ പറയന്മാർ മരക്കാളനെ ചമയിച്ച് കൊണ്ടിടക്കണ മാതിരി ഇവിടെ ഒരു ഒല്ലിയൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുക. അത് ഓനെന്താ വിചാരിക്കണത്? എനിക്കെന്താണെങ്കിലും സ്വർഗമുണ്ടാവും. കാരണം എനിക്ക് 25 കൊല്ലമായിട്ട് ഒരു നിസ്കാരം കള്ളയില്ല. മറ്റവൻ ഇന്ന് രാവിലെ സുബഹി കള്ളയാ. ശേഷം എന്തുണ്ട്? പ്രതീക്ഷയുണ്ട്. എൻ്റെ റബ്ബിനെ ഒഴിവാക്കൂല. ആരാ മുഅ്മിൻ? പറ, ആരാ മുഅ്മിൻ? ആരാ മുഅ്മിൻ? പ്രതീക്ഷയുള്ളവൻ. മറ്റവന് പ്രതീക്ഷയല്ല, മറ്റവൻ കൂലിപ്പണിക്കാരാ. ഓനെപ്പറ്റി CITO എന്ന് പറയാം. അവൻ മുഅ്മിനല്ല. അവൻ്റെ പേരാണ് എന്ത്? CITO. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മൾ നല്ല പെങ്കിളിയെ. ഇതാണ് എൻ്റെ വാപ്പ്. ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂലിയാണ് കിട്ടിയിരിക്കും. ഞാൻ ആരാന്നാ വിചാരിച്ച്? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? അയിമച്ചാരണ്ട. എന്ത് മച്ചാരിക്കോ? ഓരോ വക്കത്ത് നിസ്കരിക്കാതെയും സ്വർഗത്ത് കടന്നേക്കാം. ഇന്ന് മുതൽ നിസ്കാരം നിർത്താൻ വേണ്ടി പറയല്ല. എന്തും മച്ചാരണ്ട. നിസ്കാരത്തിലും നോമ്പിലും ഓത്തിലൊന്നും ചാരണ്ട. അതൊക്കെ അല്ലാഹുവിനെ ഒരു സെക്കൻഡ് കൊണ്ട് പൊളിച്ച് കളഞ്ഞേക്കാം. ഈ ആഴ്ച ഞാനൊരു ഹദീസ് ഇങ്ങനെ നോക്കണതിനിടയിൽ ഒരു ഹദീസ് കണ്ടു. പണ്ടും കണ്ടതാ, പിന്നെ അത് മറക്കും. ഈ ആഴ്ച ഒരു ഹദീസ് കണ്ടു. അത് പണ്ട് ഞാൻ കണ്ടത് തന്നെയാണ്, പക്ഷെ വല്ലാത്തൊരു ഹദീസാണ്. ഒരാൾ അല്ലാഹു തആല നരകത്തിലിട്ട ഒരാളെ നരകത്തിൽ ചൂടിൽ ഇങ്ങനെ പുകയുന്ന നേരത്ത് അല്ലാഹു തആല തിരിച്ചെടുക്കാൻ വേണ്ടി പറയും. തിരിച്ചെടുത്ത് അവനെ കരിയ. അതിൻ്റെ കയ്യുമായ റബ്ബേ ജിന്നെ ഒഴിവാക്കി തരണേന്ന് പറഞ്ഞ് ഇങ്ങനെ കരിയാണ്. എവിടെ? നരകത്തിൽ. അപ്പോൾ അല്ലാഹു അവനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറയും. തിരിച്ചെടുക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞ് അള്ളാഹിൻ്റെ കോടതിയിൽ ഹാജരാക്കി അതിന് ശേഷം അള്ളാഹു പിന്നെ പറയും, ഇനി അവനെ നരകത്തിലിട്ടളാം. ആരോട് പറയും? മലക്കിനോട് പറയും. അപ്പം മലക്ക് പിന്നെ അവനെ നരകത്തിൽ കൊണ്ടുപോകുന്ന നേരത്ത് അയാളൊന്ന് തിരിഞ്ഞു നോക്കും. അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് അയാളൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ അള്ളാഹു അയാളെ തിരിച്ചു വിളിക്കാൻ പറയും. തിരിച്ചു വിളിച്ചു. എന്തിനാ തിരിഞ്ഞു നോക്കും? അപ്പോൾ പറയാം, എന്നോട് കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ രക്ഷപ്പെടുത്തരുത്. ഞങ്ങളുടെ വാക്കിൽ വന്ന അഹങ്കാരങ്ങൾക്ക് മാപ്പ് ചെയ്യറപ്പേ. നിങ്ങളുടെ പ്രവൃത്തിയിൽ വന്ന അഹങ്കാരങ്ങൾക്ക് മാപ്പ് ഞങ്ങൾക്ക് പുറത്ത് തരണം റബ്ബേ. ഞങ്ങൾക്ക് പുറത്ത് തരണമേ റബ്ബേ. ഞങ്ങൾക്ക് പുറത്ത് തരണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. എന്താണ് ആയുസ് മുഴുവൻ തല തൂക്കിയിരുന്ന് നമ്മൾ ആലോചിച്ചാലും അതിന് ഉത്തരം കിട്ടൂല. പറഞ്ഞ മനസ്സിലായോ? എന്താണ് ഹദീസ്? അയാൾ പോണിൻ്റെ ഇടയിൽ നരകത്തേക്ക് മലക്കയാൾ പിന്നെയും കൊണ്ടുപോവുക. അപ്പം അയാൾ എന്ത് ചെയ്തു? ഫൽതഫത്ത് എന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ തിരിച്ചു വിളിച്ചു റബ്ബ്. എന്തിനു തിരിഞ്ഞു നോക്കി? നിന്റെ കരുണയിലുള്ള പ്രതീക്ഷ കൊണ്ടാണ് തിരിഞ്ഞു നോക്കി. മലക്കെ വിട്ടാളി സ്വർഗത്ത് കൊണ്ടാക്കി. എങ്ങനുണ്ട്? അവനാണ് ആര്? അല്ലാഹു. ഒന്നുമിലും കൂടണ്ട, എന്തും കൂടിക്കോ പ്രതീക്ഷ. പിന്നെ എന്തിനു നോമ്പ്? അവനെ പൊരുത്തപ്പെടിക്കാനാണ്, തൃപ്തിപ്പെടുത്താനാണ്. ഞാൻ പറഞ്ഞില്ലേ, KR ബേക്കറിൻ്റെ ഉടമൻ്റെ അടുത്തേക്ക് വിരുന്ന് നോക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? ഒരു 100 രൂപേൻ്റെ ബേക്കറിയെങ്കിലും വാങ്ങണം. ഫ്രൂട്ട്സിൻ്റെ മുതലാളിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും അവരെ പെരയിലാണുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കണം. എന്നാലും 1 കിലോ ആപ്പിൾ കൊടുക്കും വാങ്ങും. എന്ത്? അതൊരു സന്തോഷം പോലെ ഒന്ന് സന്തോഷിപ്പിക്കുക. കൊണ്ടേ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക? ഇതിവിടെ
ആവശ്യമില്ല എന്നറിയാം, എന്നാലൊരു സന്തോഷത്തിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെയല്ലേ പറയാം. നമ്മൾ ദ്വാർക്കും എന്താ പറയുക? എൻ്റെ നിസ്കാരം നിനക്ക് ആവശ്യമില്ല, നിനക്കറിയാം. മഅബദനാക ഹഖ്ഖ ഇബാദത്തിക, നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല റബ്ബേ എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. എന്താ പറയുള്ളത്? നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല റബ്ബേ എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അങ്ങനെ നിനക്കും എനിക്കും കഴിയോ? വിധത്തിൽ ഞങ്ങൾ ഉറക്കെ പറയാം, നിനക്ക് ശുക്ർ ചെയ്യേണ്ട വിധത്തിൽ ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടില്ല എന്നും അള്ളാഹിനോട് പറഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അങ്ങനെ നിനക്ക് എനിക്കും കഴിയോ? ഇങ്ങോട്ടും കയ്യൊന്നിക്കുക, മാപ്പാക്കണം. ഞാൻ പൂർത്തിയറിഞ്ഞ ഒരു ദിവസം 100 വട്ടെങ്കിലും പറയും എന്ന് മുഹമ്മദ്. ജീവിതത്തിൽ തെറ്റും ചെയ്യാത്ത എന്തേ അത് പ്രതീക്ഷയാണ്. എടാ, അള്ളാനെ അന്വേഷിക്ക, നിസ്കാരം അന്വേഷിക്കലല്ല. ഞാൻ എൻ്റെ കുഞ്ഞാമാനെ കാണാൻ പോകുന്ന നോമ്പിന് മുമ്പ് എൻ്റെ അമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മുടിക്കോട്. അപ്പം എപ്പോഴും പോകാൻ കഴിയൂല. ഞാൻ കുഞ്ഞാമാനോടും പറഞ്ഞിരുന്നു, കുഞ്ഞാമായ നോമ്പിന് മുമ്പ് നിങ്ങളടുത്ത് വരും കേട്ടോ. നിമ്മാൻ്റെ ഏട്ടത്തി അഞ്ചത്തിമാരിൽ ആകെ ഒരാളാണ് ബാക്കിയുള്ളത്. ആങ്ങളും മരിച്ചു നേരത്തെ തന്നെ. പിന്നെ മൂത്തമ്മ മരിച്ചു, ഇളയമ്മ മരിച്ചു, ഉമ്മ മരിച്ചു. അപ്പോൾ ഉള്ളത് ഇനി ഈ ഇളയമ്മ ഉള്ളത്, ഈ കുഞ്ഞാമ്മ. അപ്പോൾ ഈ കുഞ്ഞാമ്മനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അങ്ങാടികളൊക്കെ കഴിഞ്ഞു. അങ്ങാടി ഒരങ്ങാടി, അങ്ങാടി. പിന്നെ എൻ്റെ മനസ്സിലില്ല. കാറിൻ്റെ ബാക്കിൽ പെണ്ണുങ്ങളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ പോകുമ്പോൾ അവിടെ എത്താൻ നേരത്തെ പെണ്ണുങ്ങൾ പറഞ്ഞു, പിന്നെ പെങ്ങളുണ്ട്, അവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്തെങ്കിലും നേരത്തെ പറയാനേ, വാങ്ങണല്ലോ. കുഞ്ഞാമാക്ക് അതിനെപ്പറ്റ ആവശ്യമില്ല. മക്കളൊക്കെ വലിയ മുതലാളിമാരാണ്, മക്കൾ വലിയ പൈസക്കാരും മുതലാളിമാരും കച്ചവടക്കാരും ഒക്കെ. പിന്നെ കുഞ്ഞാമാക്ക് എന്നാലും വേണമല്ലോ. അവസാനം മുടിക്കോടങ്ങാടിയെന്ന് അവിടെ വലിയ ഫ്രൂട്ട്സിൻ്റെ കടയൊന്നുമില്ല, ഉള്ളത് വാങ്ങി ഒപ്പിച്ചു. കുഞ്ഞാമാക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ ഇവിടത് വേണ്ട, എന്നാലും നമ്മൾ സന്തോഷത്തിനാണ്. ഇതാണ് നമ്മൾ നിസ്കാരം. നിനക്കെൻ്റെ നിസ്കാരത്തിൻ്റെ ആവശ്യമില്ല. അമ്പ് പറിച്ചോരിയിട്ട് പോലും അറിയാത്ത സ്വഹാബികൾ നിസ്കരിച്ച ഉടമക്കാരനാണ് നീ. അതിൻ്റെ ഇടയിൽ ഞാനെന്ത് മനസ്സിലായില്ല. അമ്പ് വലിച്ചോരിയിട്ടും ഈ സ്വഹാബി ആ കാര്യം ആ ജാതി നിസ്കാരക്കാർ നിസ്കരിച്ച ഉടമക്കാരനാണ് നീ. പിന്നെ ഞാനെന്ത്? എനിക്കൊന്നും കയ്യന്നല്ല. ഓലെന്നെ പറഞ്ഞത് നിനക്ക് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അവരെന്നെ അങ്ങനെ പറഞ്ഞു, പിന്നെ എനിക്കെങ്ങനെ കഴിയും? പിന്നെന്തിനാ നിസ്കരിക്കുക? എന്തെങ്കിലും ഒന്ന് തരണ്ടേ? നമ്മൾ എന്താ പറയുക, നമ്മൾ പ്രസംഗം പഠിക്കുന്ന കാലത്ത് മദ്രസയിലെ നിബിധന പരിപാടിക്ക് പറയും, എല്ലാവരും തേങ്ങ ഉടക്കുമ്പോൾ ഞാനൊരു ചിരട്ട ഉടക്കണം. അതെന്നെ നമുക്ക് ചിരട്ട. നമ്മൾ ചിരട്ടയെ ഉടക്കണില്ല, ചിരട്ട ഉടച്ച മാതിരി കാട്ടുകയാണ്. നമുക്ക് ചിരട്ട തന്നെ കിട്ടിയിട്ടില്ല. തേങ്ങ കിട്ടിയവരും ഉടച്ചോരും എന്താ പറഞ്ഞത്? ഞങ്ങൾ കാലം വരെ തേങ്ങ ഉടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ചിരട്ട ഉടച്ചവരുണ്ടായി. നമുക്ക് ചിരട്ടയില്ല, തേങ്ങയില്ല, ചിരട്ടയില്ല. എന്നാലും എന്ത് പറയാം, നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഞങ്ങൾ താളം കേട്ടാണ്. ഞങ്ങൾക്ക് നിന്നെ മാത്രം പ്രതീക്ഷ. ഞങ്ങളോട് മുത്തുനബി പറഞ്ഞത് അമല് കൊണ്ടൊരാളും രക്ഷപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് രക്ഷപ്പെടുക? അള്ളാഹുവിൻ്റെ റഹ്മത്തോണ്ട് പ്രതീക്ഷിച്ചു കഴിഞ്ഞു തന്നെ. അത് നോമ്പിൻ്റെ ഉള്ളിൽ ദുആൻ്റെ ആയത്ത് കൊടുത്ത് പ്രതീക്ഷ വിടരുത്. നോമ്പൊന്നില്ല, നിങ്ങൾ നോമ്പ് വെച്ചിട്ടില്ല, എന്നാലും എന്ത് വേണം? ദുആ വേണം. റമളാൻ കഴിഞ്ഞാലും എന്ത് വേണം? ദുആ വേണം. ശവ്വാലിന് എന്താ പണി? ദുആ ഇറക്കുക. ദുൽഖഅദിൽ എന്താ പണി? ദുആ ഇറക്കുക. എപ്പോഴാണ് ദുആ ഇറക്കുക? എപ്പോഴാണ് ദുആ ഇറക്കുക? അൻവറെ, ഞാൻ എന്നോട് ഉദാഹരണം പറയാം. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി വന്നിട്ട്, അല്ലാഹു തആല നാളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ, എന്നാലും ഉദാഹരണം പറയാം. ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി വന്ന് എന്നോടൊരു 10,000 റുപ്യ കടം ചോദിച്ചു. നമുക്ക് വേണ്ട മാതിരി ചെയ്യാമെന്ന് വെച്ച് പറഞ്ഞു. ഒരാഴ്ച ഞങ്ങൾ കാത്തു, 2 ആഴ്ച കാത്തു. പിന്നെയും ഫോൺ ചെയ്തു. എന്ന് പറയാം, അന്ന് ഞാൻ പറഞ്ഞൊരു 10,000 റുപ്യ അത്യാവശ്യമായിരുന്നു. നമുക്ക് വേണ്ട മാതിരി ചെയ്യാറ്.
പിന്നെ ഒരാഴ്ച പിന്നെയും വിളിച്ചു, പിന്നെയും വിളിച്ചു, പിന്നെയും വിളിച്ചു, പിന്നെയും വിളിച്ചു, പിന്നെയും വിളിച്ചു. പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞു, പിന്നെയും 10,000 ഉറുപ്പ്യൻ്റെ ആവശ്യം തോന്നുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, നമുക്ക് നിങ്ങൾ അൻവറിൽ നിന്ന് വിളിച്ചു നോക്കി. ആ ചങ്ങായത് മീൻകാരന് പൈസ കൊടുക്കാൻ അവൻ കാത്തിക്കണം. അൻവറൊന്ന് വിളിച്ചു നോക്കി, അവനെ വല്ല ഗൂഗിൾ പേ ചെയ്താലോ. അപ്പം ഞാൻ എന്താ പറയാറോ, എനിക്ക് വേറെ വല്ല പണിയുണ്ടോ? ഇപ്പം എവിടെ എത്തി പറ. അപ്പം ഞാൻ ചോദിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ അള്ളാഹിനോട് ദുആ ഇറക്കണവരെന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ദുആ നിർത്തും. എന്തിന്? എന്തുകൊണ്ട്? ഇബ്ലീസ് അവരെ ഉള്ളിൽ കയറി എന്ത് നഷ്ടപ്പെടുത്തി? പ്രതീക്ഷ. അതേ സമയത്ത് ഒറ്റ വഖത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്തു? ധാരണ പഠിച്ചു, ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നിസ്കരിക്കൂലല്ലോ, ഞാൻ കള്ളനല്ലേ, എനിക്കറിയില്ല കള്ളനാണ്, എന്നാലും ഇജ്ജ് കള്ളനല്ലല്ലോ, അങ്ങനെ അറിയാലോ. ഞാൻ 10,000 ചോദിച്ചു, തന്നു. പിന്നെ 50,000 ചോദിച്ചു, അവൻ തന്നു. പിന്നെ ഞാൻ 1,00,000 ചോദിച്ചു, അത് വന്നു. പിന്നെ 2,00,000 ചോദിച്ചു, അവൻ തന്നു. പിന്നെ എനിക്കൊരു 3 ലക്ഷത്തിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഞാൻ എന്താ വന്നിട്ട് പറയാം? അൻവറെ, ഞാനൊരു 3 ലക്ഷം ചോദിക്കാൻ വന്നതാണ്. അപ്പം എനിക്ക് പിന്നെ ഉളുപ്പില്ലേ കാക്ക, നിങ്ങൾക്ക് നിൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചിന്. ഞാൻ പറഞ്ഞു, എന്ത് എൻ്റെ ഉളുപ്പല്ലല്ലോ നോക്കണ്ട്, ഓൻ്റെ മാത്രമല്ലേ, ഓൻ ചോദിച്ചാൽ തട്ടൂല. മനസ്സിലായില്ല? ഞാൻ ഉളുപ്പുള്ളവനായതുകൊണ്ട് വാങ്ങാത്തത് കൊണ്ടല്ല ഞാൻ ചോദിക്കണത്, ഓ നല്ലവനായതുകൊണ്ടാണ്. അപ്പം ഞാൻ റബ്ബിനോട് എന്താ പറയണ്ടേ? പറയടാ. തെറാവി നിസ്കരിക്കാനല്ലടാ പഠിക്കണ്ടേ, ഇത് കേട്ടടയുമായി. എന്താ പറയണ്ടേ പഠിച്ചനോട്? ഞാൻ എന്നോട് ചോദിക്കാൻ അറിയാതെ തന്നെ അമൽ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കള്ളനാണല്ലോ. പക്ഷേ ഈശ്വരനല്ലല്ലോ, ഈശ്വരനല്ലേ. ഈശ്വരാളിയും ചോദിച്ചോനെ ഒഴിവാക്കാത്തവനല്ലേ. ഞാൻ ചോദിച്ചതിന് മാത്രം തന്നിട്ട് നിസ്കരിച്ചിട്ടില്ല. കാരണം കള്ളനായ എനിക്കല്ലേ തന്ന്, ഞാൻ നിസ്കരിക്കൂലല്ലോ, ഞാൻ അതും കൊണ്ട് കള്ളുടിക്കാൻ പോകുമല്ലോ, ഞാൻ കള്ളൻ എനിക്കറിയാലോ, ജെല്ലെന്നെ പഠിച്ച്. കുറച്ചും കൂടി വേണം. എന്തിന്? ഇന്ന് ബ്രാൻഡി കുടിച്ചാണ്, നാടങ്ങളിൽ പോരാ. അപ്പോഴും ആര് കൊടുക്കും? പറയും, നല്ല കൊടുക്കും. അതൊക്കെ കുറച്ച് ഏറിപ്പോയി. ഉദാഹരണം, അനക്കേറും, എനിക്കേറില്ല. ബ്രാൻഡി എനിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി അവസാനത്തെ കള്ളാണത്. ഇനി അതിൽ വേറെ വല്ലതും ഉണ്ടോ? നിനക്കാൾ മതിയ കള്ളുണ്ടെങ്കിൽ പറയണെങ്ങായി പറ. ഒരു ബോട്ടിലിന്, ഒരു പെഗ്ഗിന് 10 ലക്ഷം ഉറുപ്പ്യൻ്റെ ഒരു കള്ളുണ്ടെങ്കിൽ ആ കള്ള് കുടിക്കണമെന്ന് ആരോ പറഞ്ഞു. അത് ഭയങ്കര കള്ള, അതട് മണത്താൽ തന്നെ പൂസാവും. അപ്പം അന്ന് അള്ളാഹിനോട് ചേർന്ന് പഠിച്ചവനെ എനിക്ക് കുറച്ചും കൂടി പൈസ ആണ്. അപ്പം എൻ്റെ ചങ്ങായി പറഞ്ഞു, റഷ്യയിൽ മോസ്കോയിൽ വോഡ്ക എന്നൊരു കള്ളുണ്ട്, അത് ഭയങ്കര അത്ര. അപ്പോൾ 10 ലക്ഷം കൊടുത്തു. ദോഷിയല്ലേ? ദോഷിയാണ്. അന്ന് മാങ്ങ ഓവർ കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ 10 ലക്ഷം വാങ്ങിയിട്ട് ഇന്നും കള്ളുടിച്ചു. ഞാൻ കള്ളുടിക്കുമല്ലോ, കാരണം എനിക്ക് കരീമായ റബ്ബുണ്ട്. എന്ത് ചോദിച്ചാലും ഔദാര്യത്തോടെ തരുന്നോൻ. ഞാൻ അടുത്തായത്തോതാണ്. എൻ്റെ അടുത്തായത്ത് ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം. ഈ മനുഷ്യൻ അവസാനം പറഞ്ഞു, പക്ഷെ ജിന്നെ ഒഴിവാക്കരുതട്ട. ജിന്നെ നോക്കിയിട്ടല്ല വിധി പറയണത്, ജിന്നെന്നെ നോക്കിയിട്ടല്ലേ. കൊടുത്തവർക്കൊക്കെ കൊടുത്തത് നിൻ്റെ വൽപ്പത്തരം കൊണ്ടല്ലേ, ആരെയും വൽപ്പത്തരം കൊണ്ട് കൊടുത്തവനല്ല, നിൻ്റെ വൽപ്പത്തരാണ്. പുറത്തു തരണേ. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം. കഴിഞ്ഞ ആഴ്ച വ്യാഖ്യാനിച്ചില്ലേ ആയത്തിൽ വ്യാഖ്യാനിച്ചില്ലേ? അപ്പോൾ അത്തരം ആളുകൾ അമൽ അള്ളാഹു തആല മാറ്റിമറിച്ച് അവിടെ എന്തെഴുതും? ആ നന്മ എഴുതും. ഒക്കെ എല്ലാ പേജിലും എഴുതി കൊടുക്കും. മലക്കൾ ബുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ഗ്രീൻ ചാനലിൽ കയറ്റണം, ഇവനെ ഗ്രീൻ ചാനലിൽ കയറ്റണം, ഇവനെ ഗ്രീൻ ചാനലിൽ കയറ്റണം എന്നാണ് അള്ളാഹു ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം മലക്കൾക്ക് തന്നെ ചൂടാവും, ഇവനൊക്കെ ഒന്ന് കിട്ടിക്കണം, 4 ചവിട്ട് കൊടുക്കണം. കാരണം ഇപ്പം കള്ളുടിച്ചിട്ട് മലക്ക് കണ്ടതാണ്. പക്ഷെ നിർവാഹമല്ല. കാരണം മലക്കല്ലല്ലോ നമ്മളെ റബ്ബ്. ആരാ? റഹീമായ റബ്ബാണ്, ഗഫൂറായ റബ്ബാണ്. മനസ്സിലായില്ല? ഇവനൊക്കെ എന്നൊക്കെ ഞങ്ങൾക്ക് കൈ കിട്ടുന്നതാണ്. നമ്മൾ മോസ്കോയിൽ വോഡ്ക അങ്ങനെ കുടിക്കണ നേരത്തെ മലക്ക് കണ്ടിരുന്നു. അപ്പം അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഉദാഹരണം പറയാട്ടോ, നിങ്ങൾ കള്ളുടിക്കാൻ വേണ്ടി പോണ്ട, ഉദാഹരണം പറഞ്ഞതാ.
നമ്മൾ മോസ്കോയിൽ ഏതോ ബ്രാൻഡ് ഷോപ്പ് കയറിയിട്ട് ഏതോ റമ്മ് ഷോപ്പ് കയറിയിട്ട് വോഡ്ക കുടിക്കുന്നത് മലക്ക് കണ്ടതാ. അപ്പോൾ ഒരു മലക്കിനോട് പറഞ്ഞിട്ടുണ്ടാകാം ആസ എന്ത് ആ കുടിച്ചോ ചേട്ടൻ വരുമല്ലോ, എൻ്റെ ഊരപ്പൊട്ടി ചവിട്ടി ഞങ്ങൾ മുറിക്കും. അവസാനം റെക്കോർഡ് കേൾക്കാൻ നോക്കുമ്പോൾ എന്താ ഇവനെ ഉടലോടങ്ങൾ ഇവനെ അധ്വാനിക്കാതെ ഫിർദൗസിൽ വെക്കണം എന്നാണ് ആരെ എഴുതിയിട്ടുള്ളത്. അല്ലാ എന്ത് എഴുതാൻ കാരണം? ഏത് ഹാങ് ഓവർ കഴിയുമ്പോഴും ഇവൻ അള്ളാഹിനോട് എന്താ പറയണത്? അല്ലാ ജവാപ്പാക്കണം കേട്ടോ. നീ കള്ളുടിച്ച് ദ്വാർക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. എന്നാൽ കള്ളുടിച്ചാലും ദ്വാർക്കാതിരിക്കും വേണ്ട. ഏറ്റവും വലിയ കാര്യം ദ്വായാണ്. അതിനൊക്കെ വരുന്നില്ല. മനസ്സിലോണ്ട് പറഞ്ഞു. അപ്പം നമ്മൾ നോമ്പിലേക്ക് കയറുമ്പോൾ നമ്മളെ ക്യാപിറ്റൽ എന്താ? പ്രതീക്ഷയുടെ പ്രത്യക്ഷമാണ് എന്ത്? ഉറക്കെ പറ. പ്രതീക്ഷയുടെ പ്രത്യക്ഷമാണ് എന്ത്? ദുആ. ഇനി ഒരാൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടിയില്ലെങ്കിലും എന്താ? 3-1 കിട്ടും. ഇമ്മാ അൻ തുഅജ്ജല ലഹു അൽ ഇജാബ, ചിലപ്പോൾ ഉത്തരം പെട്ടെന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഈ ദുആക്കും കൂടി ഒരു പ്രത്യേക കൂലി പരലോകത്ത് പാത്തി വെക്കും. അല്ലെങ്കിൽ ഒരു ആപത്തിനെ ഈ ദുആ കാരണം തടഞ്ഞു കൊടുക്കും. എന്താണ് ഈ ലാഭം? ദുആന്റെ ഉത്തരം എന്താ? പറ ദുആന്റെ ഉത്തരം. നമ്മൾ ഒരു ദുആ ചെയ്തു പടച്ചോനെ ഫഹദ് രാജാവിന്റെ മകളെ എനിക്ക് കെട്ടിച്ചേരണേ എന്ന് ദുആ പറഞ്ഞു. എന്നെ എന്നും ദ്വാർക്കും ഫഹദ് രാജാവിൻ്റെ മകളെ കെട്ടിച്ചേരണേ എന്ന്. ഇവനാണെങ്കിലോ ഫഹദ് രാജാവിൻ്റെ മകളെ കെട്ടാൻ, ഫഹദ് രാജാവൊക്കെ പോയില്ലേ, ഇപ്പോഴത്തെ രാജാവിൻ്റെ പേരെന്താ? സൽമാൻ എന്നല്ലേ? സൽമാൻ ആയിക്കോട്ടെ. സൽമാൻ രാജാവിൻ്റെ മകളെ എനിക്ക് കെട്ടിച്ചേരണേ എന്നും ദ്വാർക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പം ഇവൻ്റെ പൂർത്തിയാണ് എന്ത്? സൽമാൻ രാജാവിൻ്റെ മകളെ കെട്ടുക. അള്ളാഹു കെട്ടിച്ചു കൊടുത്തില്ല. എന്ത്? കെട്ടലൊക്കെ സുഖമാണ്, പിറ്റേത്താഴ്ച തല പോവും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടാളും മധുവിധു ആഘോഷിക്കാൻ വേണ്ടി പാരീസിലേക്ക്, ലണ്ടനിലേക്ക്, സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ ഓള് വിചാരിച്ച അത്ര നമ്മളില്ല എങ്കിൽ ഓള് തിരിച്ചു വന്നിട്ട് എന്ത് പറയും? യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നെ തിരിച്ചിട്ടില്ല. പിന്നെ പോയത് തല. ഇത് അറിയുന്നവനാണ് ആര്? അള്ളാഹു. അറിയുന്ന ഒരാളേ ഉള്ളൂ, അള്ളാഹു. ജോസഫ് സ്റ്റാലിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭാവി അറിയും. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു എനിക്ക് ഭാവി അറിയൂല. മനസ്സിലായില്ല. സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് ഭാവി അറിയുന്ന. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു നിങ്ങൾക്ക് ഭാവി അറിയൂല. ആൽബിനി പറഞ്ഞു അറിയും, എനിക്ക് ഭാവി അറിയും. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു നിങ്ങൾക്ക് ഭാവി അറിയൂല. അപ്പോഴേ അയാൾ പറഞ്ഞു എനിക്ക് ഭാവി അറിയുന്ന ആളാണ് ഞാൻ, എത്രയോ ഭാവി പ്രവചനം നടത്തി നേരായ ആളാണ് ഞാൻ വലിയ ഭാവി അറിയുന്ന ആളാണ്. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ പട്ടാളക്കാരനെ വിളിച്ചു പറഞ്ഞു പിന്നെ തലവെട്ടി കളഞ്ഞു. എന്നിട്ട് ഓനോട് പറഞ്ഞു എൻ്റെ ഭാവി അറിയെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂല. തലവെട്ടി. മനസ്സിലായോ പറഞ്ഞത്? ഭയങ്കര സംഭവമാണ്. എനിക്ക് ഭാവി അറിയില്ല. പിന്നെ അയാൾ പറഞ്ഞു എനിക്ക് ഭാവി അറിയും. എന്ത് ഈ രാജ്യത്ത് എന്തും ഞാൻ പറഞ്ഞുതരാം, ഭാവി അറിയും. പിന്നെയും സ്റ്റാലിൻ പറഞ്ഞു അറിയില്ലട്ടാ. പറഞ്ഞു അറിയുന്ന പറയണ്ട. അല്ല അറിയും, നേതാവ് എനിക്ക് ഭാവി അറിയും. പിന്നെയും പറഞ്ഞു അറിയില്ല. അപ്പോൾ പിന്നെ അയാൾ എനിക്ക് അറിയും. ഏത് ഭാവി ഞാൻ പറയാറ്? അപ്പൊ വട്ടാറൊന്ന് അവന്റെ തല ടൊട്ടിക്കളാവും. നിനക്ക് ഏറ്റവും ചുരുങ്ങിയ നിന്റെ ഭാവിയെങ്കിലും അറിയെങ്കിൽ നിന്റെ തീയ് വരൂല. എന്നെ അവസാനം മനസ്സിലാവേണ്ടവർ ചിന്തിക്ക്. അറിയുന്നവൻ ആരെയുള്ളൂ? അല്ലാഹുവിനെ അറിയുള്ളൂ. അല്ലാഹു നന്നാക്കി തരട്ടെ. പേടിക്കണ്ട. നമുക്കാരുണ്ട്? നമ്മളല്ല. നമുക്ക് നിസ്കാരമുണ്ട് എന്നല്ല, നമുക്കൊരു റഹീമായ റബ്ബുണ്ട്. മനസ്സിലാവുണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ദുആക്ക് 3-4 ഫലമുണ്ടാവും. പറയും ദുആക്ക് 3-4 ഫലമുണ്ടാവും. ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹുൽ ഇജാബ, ഒന്നിരിക്കൽ ഉത്തരം
പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നീട് അള്ളാഹു ഈ ദുആക്ക് അനുസരിച്ച് കൂലി കൊടുക്കും. ജിദ്വാർന്നു സൽമാൻ രാജാവിൻ്റെ മകളെ കെട്ടാൻ അള്ളാഹു അത് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? കുറച്ച് കാലം കൂടി എൻ്റെ തല ബാക്കിയാകണമെന്ന് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അപ്പം ദ്വാരുന്നതോ അതിന് അള്ളാഹു തല വലിയൊരു സവാബ് പിന്നെ കൊടുക്കും. നിനക്കാൾ വലിയ സുന്ദരിയെ സ്വർഗത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ആപത്തിനെ ഈ ദ്വാ കാരണം അള്ളാഹു തല തടഞ്ഞു കൊടുക്കും. പഠിച്ചവനെ ദ്വാബിടുന്ന ദ്വാർ നോക്കാം. ഈ ഇറക്കത്തിൽ മോട്ടോർ സൈക്കിൾ കുത്തി തല പെരടി പൊട്ടേണ്ടതാണ്. വീണു, ഒന്നും പറ്റിയില്ല. എന്തേ? അത് നിന്റെ ദ്വാന്റെ ബർക്കത്താ. അത് ഇജ്ജ് ദ്വാർന്നിക്കണോ? ഇല്ല, വേറെ എന്തോ ദ്വാർന്നു. അതിൻ്റെ ഉത്തരം അത്. ഇങ്ങോട്ട് നോക്ക്, കേട്ടോ. നേരത്തിൽ കഴിഞ്ഞോ? അല്ലോ നിങ്ങളെന്തെന്നോട് പറയാഞ്ഞു? حسبي ربي جل الله ما في قلبي غير الله. വിഷയത്തിലേക്ക് തിരിച്ചു വരണം. നമുക്കാകെയുള്ള മുതൽ പ്രതീക്ഷ മാത്രമാണ്. കാരണം അത്രയും റഹീമായ ഒരു റബ്ബുണ്ട്. പേടിക്കണ്ട. മനസ്സിലാവുണ്ട് പറഞ്ഞത്? കുടുംബത്തിലുള്ള മുതൽ മുഴുവൻ ഇവിടെ ക്ലാസ്സിൽ വരുന്നവരാൾ ഉള്ള മുതൽ മുഴുവൻ നശിപ്പിച്ചു. നാട്ടുകാരൊക്കെ പറഞ്ഞു ആ കച്ചവടത്തിന് വേണ്ട, ഈ കച്ചവടത്തിന് വേണ്ട. അത് മുഴുവൻ നശിപ്പിച്ചു. ജീവിതത്തിലുള്ള മുഴുവൻ നശിപ്പിച്ചു. ആരാൻ്റെ ആധാരം വാങ്ങി അത് നശിപ്പിച്ചു. ഒക്കെ നശിച്ചു. എന്നിട്ട് എന്നോട് ഈ പറഞ്ഞ ആൾ പറയാണ്, എന്നാലും ഓനൊരു സഹോദരനുണ്ട്. ആ ചങ്ങായിനെ കൊണ്ട കഴിഞ്ഞോടുന്നത്. ഏത് കടക്കാർ വന്നാലും അപ്പം നാളെ തരട്ടോ മറ്റന്നാ തരട്ടോ ഉണ്ടാക്കി കൊടുക്കും. നക്കാക്കാനോട് വാക്ക് കൊണ്ടൂല. എന്നൊക്കെ പറഞ്ഞല്ലോ. അനുജൻ അങ്ങനെയാണെങ്കിൽ അള്ള എങ്ങനെയിരിക്കും? ഓരോരുത്തരും ആധാരം കൊണ്ട് എൻ്റെ ആധാരമോ വാങ്ങിക്കൊണ്ട് ബാങ്കിൽ വെച്ചു ജപ്തിയായി എന്ന് പറയുമ്പോഴാണ് അനുജറിയുന്നത്. എന്നാലും നിങ്ങളൊന്ന് കാത്തിരിക്കണ്ടോ എന്ന് പറഞ്ഞ് ബാങ്കുകാരോട് സമ്മാനാക്കി എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യും? അടക്കും, പൈസ അടക്കും, എന്തെങ്കിലും കഷ്ടപ്പെട്ടടക്കും. കാരണം ഇക്കാക്ക വഷളാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു അനുജനുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എടാ, വൈകുന്നേരം ഉണ്ണുകയും രാവിലെ വിസർജിക്കുകയും ചെയ്യുന്ന ഒന്നല്ലാത്ത അനുജൻ എങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കോടാനക്കോടി അനുജന്മാരെ പടച്ച റബ്ബ് എങ്ങനെ ഇരിക്കും? അൽഹംദുലില്ലാ എന്ന് പറയണേ. അപ്പം ആകെ നമുക്ക് നോമ്പിലേക്കുള്ള മൂലധനം